എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചിട്ട് എന്ത് പറയണം, എങ്ങനെ പറയണം എന്നറിയാണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആദ്യം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവാം ഒരു പക്ഷേ ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വേണ്ട എന്ന് കരുതി കളഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ശരിക്കും ഇവളുമാർ പറയുന്നതിനൊപ്പം നമ്മൾ പറയേണ്ടി വന്നാലുണ്ടല്ലോ, ചിലപ്പോൾ നമ്മുടെ സകലമാന മര്യാദകളും വിട്ട് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടെന്ന് കരുതി വേണ്ടാന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവളുമാർ സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ പിന്നെ തോന്നി ഇവളുമാരൊക്കെ അങ്ങനെ അങ്ങ് വെറുതെ വിട്ടാൽ കൊള്ളത്തില്ലല്ലോ എന്ന്. അതാണ് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. സംഭവം ആദ്യം നിങ്ങളെല്ലാവരും കണ്ടതാണ് രണ്ട് പെൺപിള്ളേർ. ആ അലവലാദികളുടെ പേര് ഞാൻ പറയുന്നില്ല. ആ രണ്ട് അലവലാതി പെൺപിള്ളേർ വീട്ടിൽ ആന്താനും കൂന്താനും ഒന്നും ഇല്ലാണ്ട്, തന്തയ്ക്കും തള്ളയ്ക്കും ഒന്നും കൈക്ക് ചോണയും ഇല്ലാണ്ട് വളർത്തുന്ന രണ്ട് എന്താണ് പറയുക, ആർക്കും വേണ്ടാത്ത രണ്ടെണ്ണം. അത് രണ്ടെണ്ണം വന്നിരുന്നിട്ട് അതിൻ്റെയൊക്കെ ഒരു ശരിക്കും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന പാർട്ടീസാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബി എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ കോള് വിളിക്കുക, പ്രാങ്ക് കോള് ചെയ്യുന്ന രണ്ട് അലവലാദികളാണ് ഈ രണ്ട് പെൺകുട്ടികൾ. അവർ പ്രാങ്ക് കോളെന്നും പറഞ്ഞ് കാണിക്കുന്ന അപരാധങ്ങൾ എന്ന് പറഞ്ഞ പോലെ അപരാധങ്ങൾ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ പ്രാങ്ക് എന്നും പറഞ്ഞിട്ട് ഇവളുമാരൊരു കോള് വിളിക്കുകയാണ്. മെഹന്തി ഡിസൈൻ ചെയ്യുന്ന ഒരു ലേഡിയെ വിളിക്കുകയാണ്. അപ്പോൾ കോള് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ലേഡി വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ആദ്യം കയ്യിലിടുന്നതിൻ്റെ റേറ്റ് ചോദിക്കുന്നു, പിന്നീട് അവരോട് കാലിലിടുന്നതിൻ്റെ റേറ്റ് ചോദിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നു ബ്രൈഡൽ ലുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവളുമാർ പറയുന്നതെന്ന് പറഞ്ഞാൽ പച്ച തന്തയ്ക്ക് പിറക്കായ്മ ചോദിക്കുകയാണ്. എന്താ പറയുക, ബട്ടഡ്സിൽ ഇടുന്നതിന് എത്ര രൂപയാണ് എന്ന് ചോദിക്കുകയാണ് ഈ ഒരു പെൺപിള്ളേർ. ശരിക്കും അവളുമാർ പറഞ്ഞ ആ ഒരു ഭാഷയിൽ തന്നെ പറയാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബട്ടഡ്സ് എന്നുള്ള കാര്യം പ്രയോഗിക്കുന്നത്. ബട്ടഡ്സിൽ ഇടുന്നതിന് എത്ര രൂപയാണ് ചേച്ചി റേറ്റ്? എൻ്റെ വിവാഹമാണ്, അപ്പോൾ വരന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് അണപ്പല്ല് അകത്തിടാനായിട്ട് കുടുംബത്തിൽ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി മാത്രം ഉള്ളവന്മാരുള്ളത് കൊണ്ടാണ് ഈ നാറികളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ത് തന്തയില്ലാത്ത തരവും വിളിച്ച് പറയുന്നത്. ഇതല്ലാതെ ഇതിന് മറ്റൊരു മറുപടി കൊടുക്കാനില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇവളുമാരിങ്ങനെ വന്ന് ഈ പടച്ചിറക്കി വിടുന്നതൊക്കെ പലരും ഏറ്റുപിടിക്കും. പുതിയ തലമുറകളെന്ന് പറഞ്ഞ് ചെറിയ കുട്ടികളുടെ കയ്യിൽ പോലും മൊബൈൽ ഫോൺ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾ വിചാരിക്കും, ഇങ്ങനെയും എന്ത് പോക്കൃത്തരം വേണേലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആവാം എന്ന് ചിന്തിക്കും. എന്ത് സോഷ്യൽ ഇൻഫ്ലുവൻസർമാരാണ് ഇവളുമാരൊക്കെ, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് മെസ്സേജാണ് ഇതുവഴി ഇവളൊക്കെ കൊടുക്കുന്നത്? കിണിക്കുകയാണ്, എന്നിട്ട് കിണി എന്ന് പറഞ്ഞ് ചുമ്മാ കിടന്നങ്ങ് കിണിക്കുകയാണ് ചെറ്റകൾ രണ്ടെണ്ണവും. എനിക്ക് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിനക്കൊക്കെ മൈലാഞ്ചി ഇടണമെങ്കിൽ ഞാൻ വന്ന് ഇട്ട് തന്നാൽ മതിയോ മക്കളെ? ഞാൻ ഇട്ട് തരാം. എനിക്ക് അത്യാവശ്യം നന്നായിട്ടൊക്കെ മൈലാഞ്ചി ഇടാനൊക്കെ അറിയാം. നമ്മൾ പെണ്ണുങ്ങളല്ലേ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ തൊട്ടേ ചെയ്യുന്നൊരു പരിപാടിയാണ് കയ്യിൽ മെഹന്തി ഇടുന്നത്. എനിക്ക് വലിയ ഇഷ്ടമാണ്. രണ്ട് കയ്യിൽ ഞാൻ മെഹന്തി ഇടാറുണ്ട്. ഞാൻ വേണമെങ്കിൽ വന്നിട്ട് ഇട്ട് തരാം നിനക്കൊക്കെ. എവിടെ വേണേലും ഇട്ട് തരാം. ബട്ടൺസിൽ ഇടണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇടണോ എന്ന് വെച്ചാൽ പറഞ്ഞു തന്നാൽ മതി, ഇട്ട് തരാം. എവിടെയാണെന്ന് വെച്ചാൽ ഇട്ട് തരാം. കുറച്ച് കാന്താരി മുളകും പിന്നെ അതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ നല്ല വൃത്തിക്കങ്ങ് ഇട്ട് തരാം. പിന്നീട് നീയൊക്കെ പറയില്ല അവിടെ ഇട്ട് തരണമെന്ന്. ഓക്കെ, നല്ല വൃത്തിക്ക്. എന്തിനാ കൂടുതൽ പറയുന്നത്? ഇതൊക്കെ ഇടേണ്ട സമയത്ത് കെട്ടിച്ച് വിടാത്തതിൻ്റെ സകല ഇതൊക്കേടുകളാണ് നീയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഈ പൊളപ്പ് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? കെട്ടുപ്രായമായി കഴിഞ്ഞാൽ പെൺപിള്ളേരെ കെട്ടിച്ച് വിടണം. ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവിടെ ഇട്ട് തരുമോ ഇവിടെ ഇട്ട് തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് വീട്ടുകാരാണ്. ഇതിനെയൊക്കെ മുരട്ട് കാളകളെ കണക്ക് ഇങ്ങനെ നിർത്തിക്കാണ്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങി കിടക്കില്ലാത്ത പെൺകുട്ടികളാണെങ്കിൽ അതിനെയൊക്കെ സമയത്ത് പിടിച്ച് പടച്ച ആരെങ്കിലും തലയിൽ കെട്ടിവെച്ച് വിടണം. അതാണ് വീട്ടുകാർ ചെയ്യേണ്ടത്. ഇമ്മാതിരി കൂറ സാധനങ്ങളെയൊക്കെ വീട്ടിൽ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? കിണി എന്തൊരു കിണിയാ ഈ അലവലാദികൾ. ചേറ്റ
എന്തായാലും ഈ അലവലാതി ചെറ്റകൾ പറഞ്ഞ ആ ഒരു സംഭവം നിങ്ങളെ കേൾപ്പിച്ചു തരാം. അതിനുശേഷം പിന്നീട് കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്, അത് പറഞ്ഞിട്ട് കേൾപ്പിക്കാം. 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ആര് പറഞ്ഞിട്ടാന്ന് പറയാ? ഫ്രണ്ട് പേരെന്താ? നിഷാന. സ്ഥലം എവിടെയാ? അവളുടെ സ്ഥലമാണോ എന്റെ സ്ഥലമാണോ? TVM തിരുവനന്തപുരം. അവിടെ എവിടെയാ? ബാലരാമപുരം. ഇത് 25ന് വെഡിങ് ആണോ? ഓ ഓക്കെ, എനിക്ക് ഞാനേ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി എല്ലായിടത്തും ഇടുവോ മെഹന്തി? എന്നുവെച്ചാൽ ഇതിപ്പോ ബ്രൈഡൽ ആയിട്ട് ചെയ്യാനല്ലേ? കൈക്ക് എത്ര? മീൻസ് 2 കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ, ഡിസൈൻ അനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? എന്ത് കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ ഈ അലവലാദികൾ ഇരുന്ന് പറഞ്ഞ കാര്യം? അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയും കൂടി ഉണ്ട്. ഇതാണ് ആദ്യം ഈ ഒരു പെണ്ണുങ്ങൾ ഇട്ടിരുന്ന ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഇതിന് ശേഷം ഒരുപാട് വിവാദങ്ങളും സംഭവങ്ങളൊക്കെ ആയി, ഒരുപാട് റിയാക്ഷൻ വീഡിയോകൾ ഇറങ്ങി, ട്രോൾ വീഡിയോകൾ ഇറങ്ങി, അങ്ങനെ ആയപ്പോഴത്തേക്ക് ഈ പെൺപിള്ളേർ എന്ത് ചെയ്തെന്ന് അറിയാമോ? പിന്നീട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിമിത്തം നമ്മൾ വളരെ ഫണ്ണായിട്ട് ചെയ്തതാണ്, പക്ഷേ ഇത് നിമിത്തം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു, ഇനി മേലിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തികൾ ഒരു പോസ്റ്റ് വഴി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഒച്ചയുണ്ട്, സോറി. അങ്ങനെ പോസ്റ്റ് വഴി ഇവളുമാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവളുമാർ എന്താണ് ചെയ്തതെന്നറിയാമോ? ആ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ തന്നെ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പ്രാങ്ക് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ആരുടെയോ ഒരു നമ്പർ കറക്കി കുത്തി വിളിക്കുകയാണ്. അപ്പോൾ വിളിച്ചപ്പോഴത്തേക്ക് ആ കോൾ എടുക്കുന്ന ആ ഒരു യുവാവ് ഒരു യുവാവിനെയാണ് വിളിക്കുന്നത്. ഓ, എന്തൊരു ചിരിയാണെന്നറിയാമോ ഇവളുമാർ. അങ്ങനെ ചിരിയൊക്കെ അടക്കി പറിച്ച് ഒതുക്കി വച്ചിട്ട് കോൾ എടുക്കുന്ന യുവാവിനോട് ചോദിക്കുകയാണ്, ചേട്ടൻ ബൈക്കിലല്ലേ പോകുന്നത്, ചൂടല്ലേ സമയം, അപ്പോൾ എന്താ ഇപ്പം പറയുന്നത്, വണ്ടിയിലിരിക്കുമ്പോൾ ഫ്രൈ ആവൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. ശരിക്കും അത് എനിക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ ആലോചിക്കുകയാണ്, ഈ പെണ്ണുങ്ങളെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ ഇവളന്മാർക്ക് പറ്റുന്നു എന്ന്. തെറി കമൻ്റ് ഇടുന്നവരെ ഞാൻ കമൻറ്റ് വഴി നല്ല തെറി കൊടുക്കാറുണ്ട്, പക്ഷേ എന്ന് കരുതി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പച്ചയ്ക്ക് പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷേ ഇവളുമാർ അത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതും 2 വിവാഹം കഴിക്കാത്ത 2 ജീവികൾ. എന്ത് പെമ്പിള്ളേരുടെ ഇത് ഇത്രയും അധപ്പതിച്ച് പോകുന്നുണ്ടല്ലേ എന്ന്. സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ പിടിച്ച് കെട്ടിച്ച് വിടണം, ഇതിൻ്റെയൊക്കെ എതക്കേട് മാറണമെന്നുണ്ടെങ്കിൽ. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കർശനമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാവണം. കാരണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഇതുപോലെ നാറ്റം വെച്ച മെസ്സേജുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറകളെന്ന് പറഞ്ഞാൽ മോങ്ങാനിരിക്കുന്ന നരിയാണ്. തേങ്ങ വീഴാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം, മുങ്ങാന്ന് പറഞ്ഞ് മോങ്ങാൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. എന്തുവാടേ ഇത് 2 തികഞ്ഞ 2 അലവലാതി പെമ്പിള്ളേർ. ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ കഷ്ടം തോന്നുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഈ പ്രായത്തിലുള്ള ചെറിയ പെമ്പിള്ളേരാണ്. എൻ്റെ അനിയത്തിയൊക്കെ കുഞ്ഞനിയത്തി ആവാനുള്ള പ്രായം മാത്രം ഉള്ള കുട്ടികളാണ്. പക്ഷേ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളാണെങ്കിലും പോക്കൃത്തരങ്ങൾ കാണിക്കുന്നതിന് ഒരു പരിധിയില്ലേ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട്. എന്ത് കൊടിയ അപരാധവും പടച്ചു വിടാമെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവളുമാർ? മറ്റുള്ളവരെ ഫൂളാക്കുന്നു എന്നത് മാത്രമല്ല, സോഷ്യൽ മീഡിയ വഴി പ്രാങ്ക് കോളെന്നുള്ള പേരും എന്ത് പറിച്ച്. എന്തായാലും കൂടുതലായിട്ടൊന്നും ഞാൻ ഇതേക്കുറിച്ചിട്ട് പറയുന്നില്ല. പറഞ്ഞ് നമ്മുടേതായിട്ടുള്ള ഒരു നിലവാരം കളയണ്ട. നമുക്ക് ഒരുപാട് ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വായിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മുത്തുമുത്ത് വാക്കുകൾ വീണ് പോയി എന്ന് വരും. അപ്പോൾ അതിനുള്ള അവസരം കൊടുക്കാണ്ട് സ്വരം മോശമായി തുടങ്ങുമ്പോൾ തന്നെ പാട്ട് നിർത്തുന്നതല്ലേ ഉചിതം. അപ്പോൾ എന്തായാലും ആ ഒരു ഫ്രൈ ആവുമെന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഇവിടെ വയ്ക്കാം. അത് നിങ്ങളെല്ലാവരും കാണുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. ഹലോ, വിഷു അല്ലേ? ബൈക്കൊക്കെ ഉണ്ടോ? ബൈക്ക് ഉണ്ട്, കാറുണ്ട്. ഓടിക്കാറുണ്ടോ അതോ?
ഓടിക്കാറുണ്ട്, പക്ഷെ റെഗുലർ അല്ല. നമ്മള് വീടിന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്കെങ്കിലും ഓട്ടിക്കാറുണ്ടല്ലോ. പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത്? അപ്പാർട്ട്മെന്റില് പാർക്കിംഗ് തന്നിടത്താണ് നമ്മൾ. അല്ല, വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം. കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. കുണ്ടിയില്ലേ, അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോൾ ഫ്രൈ ആയി പോകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതേക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.